ഒരു ചെറിയ നാണയം നമ്മുടെ കൈകളിൽ ദിവസവും എത്തുന്ന ഒരു സാധാരണ വസ്തു. എന്നാൽ ആ ചെറിയ ലോഹക്കഷണം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും രാജാക്കന്മാരുടെ കഥകളും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നാം നാഷിക്കിലെ കോയിൻ മ്യൂസിയത്തിന്റെ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ഗാലറിയും നമ്മെ നൂറ്റാണ്ടുകൾ പിന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കാണുന്നത് വെറും നാണയങ്ങളല്ല, ചരിത്രത്തിന്റെ ജീവിക്കുന്ന തെളിവുകളാണ്. മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശകരെ വരവേൽക്കുന്നത് ഇന്ത്യൻ നാണയങ്ങളുടെ പരിണാമം വിശദീകരിക്കുന്ന അവതരണങ്ങളാണ്. ആദ്യകാല വസ്തു കൈമാറ്റ സമ്പ്രദായത്തിൽ നിന്ന് ലോഹ നാണയങ്ങളിലേക്കും പിന്നീട് ആധുനിക കറൻസിയിലേക്കുമുള്ള യാത്ര ചിത്രങ്ങളിലൂടെയും വിവരഫലകങ്ങളിലൂടെയും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ബാർട്ടർ സിസ്റ്റം എന്ന വസ്തു കൈമാറ്റ രീതിയിൽ നിന്ന് നാണയങ്ങൾ എങ്ങനെ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്രമായി മാറിയെന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? ഈ മ്യൂസിയത്തിൽ ആയിരക്കണക്കിന് നാണയങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുരാതന പഞ്ച് മാർക്ക് നാണയങ്ങൾ, മൗര്യ സാമ്രാജ്യത്തിന്റെ വെള്ളി നാണയങ്ങൾ, സാതവാഹനരുടെ ചെമ്പ് നാണയങ്ങൾ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്വർണ്ണ നാണയങ്ങൾ, ഡൽഹി സുൽത്താൻമാരുടെയും മുഗൾ ചക്രവർത്തിമാരുടെയും നാണയങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കറൻസികൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രൂപയുടെ പരിണാമം. ഇതെല്ലാം ഒരേ കുടക്കീഴിൽ കാണാൻ കഴിയുന്ന അപൂർവ കേന്ദ്രമാണ് ഈ മ്യൂസിയം. അതോടൊപ്പം പഴയകാല നാണയ നിർമ്മാണ ഉപകരണങ്ങൾ, ഡൈകൾ, അച്ചുകൾ, മോൾഡുകൾ, ചിത്രങ്ങൾ, ചരിത്രരേഖകൾ എന്നിവയും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. നാഷിക് തന്നെയാകാൻ കാരണമെന്ത്? മഹാരാഷ്ട്രയിലെ നാഷിക് പുരാതന കാലം മുതൽ വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. സാതവാഹന സാമ്രാജ്യത്തിന്റെ കാലത്ത് നാഷിക് പ്രധാന വ്യാപാരപാതകളുമായി ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. പുരാതന ഗുഹാക്ഷേത്രങ്ങളും ശിലാലിഖിതങ്ങളും നാണയങ്ങളും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന് തെളിവുകളാണ്. ഇതുകൂടാതെ ഇന്ത്യയിലെ പ്രധാന കറൻസി നോട്ട് അച്ചടി കേന്ദ്രങ്ങളിലൊന്നായ കറൻസി നോട്ട് പ്രസ് നാഷിക്കിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ കറൻസിയുടെ ചരിത്രവും വർത്തമാനവും ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്ന നഗരമെന്ന പ്രത്യേകത നാഷിക്കിനുണ്ട്. ഒരു നാണയം നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? മ്യൂസിയത്തിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന വിഭാഗങ്ങളിലൊന്നാണ് നാണയ നിർമ്മാണ പ്രക്രിയ വിശദീകരിക്കുന്ന ഗാലറി. ആദ്യം ആവശ്യമായ ലോഹങ്ങൾ ഒരുക്കി വലിയ ഷീറ്റുകളാക്കി മാറ്റുന്നു. അതിനുശേഷം വൃത്താകൃതിയിലുള്ള ചെറിയ ലോഹക്കഷണങ്ങൾ അഥവാ ബ്ലാങ്കുകൾ മുറിച്ചെടുക്കുന്നു.
ഈ ബ്ലാങ്കുകൾ ചൂടാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത ശേഷം അതിശക്തമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നാണയത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള രൂപങ്ങളും അക്ഷരങ്ങളും പതിപ്പിക്കുന്നു. ഈ മുദ്ര പതിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക സ്റ്റീൽ അച്ചുകളെയാണ് ഡൈ എന്ന് വിളിക്കുന്നത്. മ്യൂസിയത്തിൽ ഈ ഡൈകൾ, പഴയ മോൾഡുകൾ, കൈകൊണ്ട് നാണയം നിർമ്മിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു നാണയം നിർമ്മിക്കാൻ എത്രത്തോളം കൃത്യതയും സാങ്കേതികവിദ്യയും ആവശ്യമാണ് എന്ന് വ്യക്തമായി മനസ്സിലാകും. മ്യൂസിയത്തിന്റെ സ്ഥാപനം 1980 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീസർച്ച് ഇൻ ന്യൂമിസ്മാറ്റിക് സ്റ്റഡീസ് അഥവാ IRNS എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ നാണയങ്ങളുടെ ചരിത്രം സംരക്ഷിക്കുകയും ഗവേഷണം പ്രോത്സാഹിപ്പിക്കുകയും ഭാവി തലമുറകൾക്ക് ഈ പൈതൃകം പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ഗവേഷണ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ പരമേശ്വരിലാൽ ഗുപ്ത ഇന്ത്യയിലെ പ്രമുഖ ന്യൂമിസ്മാറ്റിസ്റ്റുകളിൽ ഒരാളായിരുന്നു. ഇന്ത്യയുടെ നാണയ ചരിത്രം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ദീർഘദർശനത്തിന്റെ ഫലമായാണ് ഇന്ന് ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഈ കോയിൻ മ്യൂസിയം രൂപം കൊണ്ടത്. എന്തുകൊണ്ടാണ് ഈ മ്യൂസിയം പ്രത്യേകമായത്?
നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നാണയത്തിനും ഒരു കഥയുണ്ട്. ആ കഥകൾ ഒരുമിച്ച് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന ഇന്ത്യയിലെ ആദ്യകാല പ്രത്യേക നാണയ മ്യൂസിയങ്ങളിലൊന്നാണ് നാഷിക്കിലെ ഈ കോയിൻ മ്യൂസിയം. പുരാതന ഇന്ത്യയിലെ പഞ്ച് മാർക്ക് നാണയങ്ങൾ മുതൽ ആധുനിക ഇന്ത്യൻ രൂപ വരെ നാണയങ്ങളുടെ യാത്ര ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ചരിത്രപ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും നാണയശേഖരണത്തിൽ താൽപ്പര്യമുള്ളവർക്കും മാത്രമല്ല, കുടുംബസമേതം എത്തുന്ന സന്ദർശകർക്കും ഒരുപോലെ ആകർഷകമായ അനുഭവമാണ് ഈ മ്യൂസിയം സമ്മാനിക്കുന്നത്. ഇത് ഒരു സാധാരണ മ്യൂസിയമല്ല. ഇന്ത്യയുടെ നാണയങ്ങളുടെ ചരിത്രവും പരിണാമവും സംരക്ഷിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ്. ഓരോ ഗാലറിയും, ഓരോ നാണയവും, ഓരോ പ്രദർശനവും നമ്മെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മ്യൂസിയത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ശേഖരങ്ങളിൽ ചിലത് അപൂർവ നാണയങ്ങളാണ്. വിവിധ കാലഘട്ടങ്ങളിലെ സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം എന്നിവയിൽ നിർമ്മിച്ച നാണയങ്ങൾ, ചെറിയ അളവിൽ മാത്രം പുറത്തിറക്കപ്പെട്ട പ്രത്യേക പതിപ്പുകൾ, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാര നാണയങ്ങൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. ചില നാണയങ്ങളിൽ രാജാക്കന്മാരുടെ ചിത്രങ്ങളാണുള്ളത്, ചിലതിൽ ദേവതകളുടെ രൂപങ്ങൾ, ചിലതിൽ മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, ഗ്രഹചിഹ്നങ്ങൾ. ഓരോ നാണയത്തിനും അതിൻ്റെ സ്വന്തം കഥയുണ്ട്. ചെറിയ നാണയം നമ്മുടെ കൈകളിൽ ദിവസവും എത്തുന്ന ഒരു സാധാരണ വസ്തു. എന്നാൽ ആ ചെറിയ ലോഹക്കഷണം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും രാജാക്കന്മാരുടെ കഥകളും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
മ്യൂസിയം വെറും പ്രദർശനശാല മാത്രമല്ല, നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായി ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഇവിടെ ലഭ്യമായ രേഖകളും ശേഖരങ്ങളും ഏറെ സഹായകരമാണ്. നാണയങ്ങളുടെ കാലനിർണയം, ലിപികൾ, ലോഹഘടന, ചരിത്ര പശ്ചാത്തലം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ ഈ കേന്ദ്രം വലിയ സംഭാവന നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള ചരിത്രവും യാത്രാവിശേഷങ്ങളും നിറഞ്ഞ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുടെ അറിയിപ്പ് ഉടൻ ലഭിക്കാൻ ബെല്ലൈക്കണും അമർത്താൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കൂ. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് കൂടുതൽ മികച്ച വീഡിയോകൾ ഒരുക്കാനുള്ള പ്രചോദനമാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.